ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK Edu Plus ചാനൽ. എല്ലാവർക്കും UK Edu Plus ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഈ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇക്കണോമിക് ഗ്രോത്ത്, സ്റ്റേറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ആൻസർ, ഇക്കണോമിക് ഗ്രോത്ത് ഈസ് ദി ഇൻക്രീസ് ഇൻ എ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഫോർമുല കറൻറ്റ് ഇയേഴ്സ് GDP മൈനസ് പ്രീവിയസ് ഇയർ GDP. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 2 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. സെക്കൻഡ് പോയിൻറ്റ്, ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസീസ് ആൻഡ് പ്രോഗ്രസ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്, ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഇൻക്ലൂസീവ് ഗ്രോത്തും ഉറപ്പാക്കുക, പിന്നെ ലോങ് ടേം ആയിട്ട് ഒരുപാട് പോളിസീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യം, മെൻഷൻ എനി 2 ഗോൾസ് ഓഫ് ദി ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991. 1991 ഇക്കണോമിക് റിഫോംസിൻ്റെ പ്രധാനപ്പെട്ട 2 ഗോൾസ് എന്തായിരുന്നു? ഒന്നാമത്തെ ഗോൾ, ടു ലിബറലൈസ് ദി ഇന്ത്യൻ ഇക്കണോമി ആൻഡ് ഓപ്പൺ ഇറ്റ് ടു ദി വേൾഡ് എക്കണോമി. അതായത് ഇന്ത്യൻ എക്കണോമിയെ വേൾഡ് എക്കണോമിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ ലിബറലൈസ് ചെയ്യുക, ഉദാരവൽക്കരിക്കുക. രണ്ടാമത്തെ പോയിൻ്റ്, ടു ഡീറെഗുലേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയെ റെഗുലേറ്റ് ചെയ്യുക, അതായത് നിയന്ത്രണം കുറച്ച് കൊണ്ടുവരിക, സ്വകാര്യ മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം കുറയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ 3 ഇൻഡീസസ് അപ്പോൺ വിച്ച് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. PQLI, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ഇൻഡീസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബേസിക് ലിറ്ററസി ഇൻഡെക്സ്. സെക്കൻഡ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്. തേർഡ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. PQLI ചോദിക്കാറുണ്ട് സാധാരണ. ഓക്കെ ആണല്ലോ. അടുത്ത 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 3 കോമ്പണൻസ് ഓഫ് ദി LPG പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി 1991 ഇക്കണോമിക് റിഫോംസ്. നമുക്കറിയാം 1991 ഇക്കണോമിക് റിഫോം ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള LPG അതായത് ന്യൂ ഇക്കണോമിക്സ് പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തായിരുന്നു? LPG. അതിൽ L എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിബറലൈസേഷൻ, P പ്രൈവറ്റൈസേഷൻ, G ഗ്ലോബലൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി 3 ഡയമെൻഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. HDI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും പരിഗണിക്കുന്ന 3 ഫാക്ടേഴ്സ്, 3 ഇൻഡെക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. സെക്കൻഡ്, നോളജ്. തേർഡ്, എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുക. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഇൻഡെക്സ്. ഓക്കെ. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2 ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, അനലൈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ എ കൺട്രി ഇക്കണോമി. അതായത് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റാണ് ചോദിച്ചത്. ഇവിടെ പോയിൻറ്റ്സാക്കി മാത്രം കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഒന്നാമത്തെ പോയിൻ്റ്, ഗ്ലോബലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് എക്സ്ചേഞ്ച്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നിക്കൽ ആക്സലറേഷൻ, ഗ്ലോബൽ പ്രൊഡക്ഷൻ. ഈ 4 പോയിൻറ്റ്സ് വിത്ത് നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം 5 മാർക്കിൻ്റെ, എക്സ്പ്ലെയിൻ ദി 4 മെയിൻ മിഷൻസ് ഓഫ് ദി നവ കേരള മിഷൻ ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഒബ്ജക്റ്റീവ്. നവ കേരള മിഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ മിഷൻസ് എന്തൊക്കെയായിരുന്നാണ് ചോദിച്ചത്. അതിലൊന്നാമത്തെ
ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, വിദ്യാകിരൺ, ഹരിത കേരള മിഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, 5 മാർക്കിന് ചോദിക്കാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവ കേരള മിഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ മിഷൻസ് അതിൽ വരുന്നത്, ഒന്ന് നമുക്കറിയാം ആർദ്രം, ലൈഫ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. വെരി ഇഫക്റ്റീവായിരിക്കും നിങ്ങൾക്ക്, കാരണം A+ ഒക്കെ നേടാൻ ഒരുപാട് സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.